പാലക്കാട് തേങ്കുറിശ്ശിയിൽ CPM-ൽ കൂട്ടരാജി. കുഴൽമന്ദം മുൻ ഏരിയ കമ്മിറ്റി അംഗം വിജയൻ ഉൾപ്പെടെ 4 പേരാണ് രാജിവച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, ഇപ്പോൾ ഈ വിരമിക്കാൻ രാജിക്കിടയാക്കിയ സാഹചര്യം എന്താണ്? ഒപ്പം തന്നെ ഇനി മുന്നണി മാറ്റം സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഈ 4 പേരിൽ നിന്ന് പുറത്തു വരുന്നുണ്ടോ? സേതുലക്ഷ്മി, ഇന്ന് തേങ്കുറിശ്ശി മേഖലയിൽ 2 തരത്തിലുള്ള രാജികളാണ്. ഒരാൾ രാജിവെച്ച് CPM-ൽ നിന്ന് രാജിവെച്ച് BJP-യിലേക്ക് പോയി. അതാണ് നമ്മൾ അല്പം മുമ്പ് നൽകിയിരുന്ന വാർത്ത. ഇപ്പോൾ CPM-ൽ നിന്ന് മുൻ ഏരിയ കമ്മിറ്റി അംഗം വിജയൻ ഉൾപ്പെടെ അദ്ദേഹത്തോടൊപ്പം 4 പേരാണുള്ളത്. അവർ കോൺഗ്രസിൽ ചേരുന്നു എന്നുള്ളതാണ്. വിജയനും രാജിവെക്കുന്ന മറ്റുള്ള ആളുകളും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഞങ്ങൾ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു, മുൻ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. എന്തുകൊണ്ടാണ് CPM വിട്ട് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചത്? കുഴൽമന്ദം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു ഞാൻ. തികച്ചും പ്രാദേശികമായി നടത്തിയ വിഭാഗീയ പ്രവർത്തനം അത് എന്നെ മാനസികമായും കുടുംബപരമായും സാമ്പത്തികമായും തകർത്തു. പിന്നെ വിഭാഗീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എൻ്റെ തൊഴിൽ സംബന്ധിച്ച കാര്യങ്ങളിലാണ് പിന്നെ അവർ ഇടപെട്ടത്. ഇപ്പോൾ 4 വർഷമായി ഞാൻ ജോലിക്ക് പോകുന്നില്ല. തൊഴിൽ തകർക്കുന്ന രീതി, കുടുംബപരമായി തകർക്കുന്ന രീതിയാണ് അവർ എന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാതിരിക്കാൻ അവർ ചെയ്തത്. അതുപോലെ തന്നെ പാർട്ടിയിൽ പ്രാദേശികമായി ജനാധിപത്യം എന്ന് പറയുന്നൊരു സംവിധാനം ഇപ്പോൾ പ്രാദേശികമായിട്ടില്ല. ജനാധിപത്യം അവിടെ ഇല്ല. പണാധിപത്യത്തിലേക്ക് പ്രാദേശികമായി പാർട്ടി പ്രവർത്തകർ കടന്നിരിക്കുന്നു, നേതാക്കന്മാർ. അതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ പാർട്ടിയുടെ കഴിഞ്ഞ 2019 ഏരിയ സമ്മേളനത്തിൽ അങ്ങനെ അന്ന് പുറത്തു പോയതാണ്, സമ്മേളനത്തിൽ വെട്ടിപ്പോയതാണ് ഞാൻ. ആ പുറത്തു പോയതിന് ശേഷം പിന്നീട് പലതവണ പാർട്ടിക്ക് ഞാൻ അപേക്ഷ കൊടുക്കേണ്ടത് എന്നെ തിരിച്ചെടുക്കണം, ഏതെങ്കിലും ഒരു ഘടകത്തിൽ പ്രവർത്തിക്കാൻ അനുമതി തരണം എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ലോക്കൽ സമ്മേളനം 1 മാസം മുമ്പാണ് തോന്നുന്നു നടന്നത്. ആ ലോക്കൽ സമ്മേളനത്തിൽ തൊട്ട് തലേ ദിവസം പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് ഞാൻ രേഖാമൂലം എന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് അപേക്ഷ കൊടുത്തതാണ്. അത് പ്രാദേശിക നേതൃത്വം അവഗണിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഈ താങ്കൾക്കെതിരെ ഇപ്പോൾ CPM പറയുന്നത് അവിടുത്തെ ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ക്രമക്കേടുകൾ നടത്തിയിരുന്നു, അതിന് നടപടി നേരിട്ടിരുന്നു എന്നുള്ളതാണ്. അല്ല, ആദ്യം എന്നെ അവർ ഇവിടെ പ്രാദേശികമായിട്ടുള്ള ഒരു പ്രശ്നമാണല്ലോ അവർ ഉന്നയിച്ചത്. ആദ്യം എന്നെ അവർ തടസ്സം ചെയ്തത് ഞാൻ BJP-യിലേക്ക് പോയി എന്ന് പ്രചരണം നടത്തി. അത് ജനങ്ങൾക്കിടയിൽ ശരിയാവില്ല എന്ന് തോന്നിയതാണ്. പിന്നീട് ഞാൻ നടത്തുന്ന സ്ഥാപനത്തിൽ ഒരു സെക്രട്ടറി ആയിരുന്നു. സ്ഥാപനത്തിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്ക് ആ സ്ഥാപനത്തിൽ കൂടുതൽ പാർട്ടി പ്രവർത്തനത്തോട് എനിക്ക് ശ്രദ്ധ പുലർത്തേണ്ട സമയമുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്നും കിട്ടാതെ വന്നപ്പോൾ പിന്നെ ഒരാളെ തകർക്കാനുള്ള വഴി കളവാണല്ലോ. ആ സ്ഥാപനത്തിനകത്ത് ഇദ്ദേഹം കളവ് നടത്തിയതുകൊണ്ട് ഇദ്ദേഹത്തിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് പിന്നീട് എന്നെ ഒരു കാര്യം കൂടി. ഇപ്പോൾ അല്പസമയം മുമ്പ് ലെനിൻ, അവിടുത്തെ ദശാബനയുടെ മുൻ ഏരിയ ലേഖകനായിരുന്ന അവിടെ SFയുടെ മുൻ ഏരിയ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ലെനിൻ, അദ്ദേഹം BJP ചേർന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിതിലൂടെ കടന്നു വരുന്ന സമയത്ത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ താങ്കൾക്ക് ഉൾപ്പെടെയുള്ള സ്വീകരണത്തിൽ ലെനിൻ്റെ ചിത്രവും ആ കോൺഗ്രസിൻ്റെ ബോർഡിൽ കാണുന്നുണ്ട്. ലെനിൻ ആദ്യം കോൺഗ്രസിലാണോ ചേരാൻ തീരുമാനിച്ചത്? പിന്നെ എന്താണ് BJP-യിലേക്ക് ഈ മാറ്റം എന്ത് സംഭവിച്ചു? ഞങ്ങൾ കോൺഗ്രസിലേക്ക് പോകാനെടുത്ത തീരുമാനത്തിൻ്റെ കൂടെ സുരേന്ദ്രനും ലെനിനും രാഹുലും സതീഷും പിന്നെ ഒരു 10-75 പാർട്ടി പ്രവർത്തകരല്ല, പൊതുപ്രവർത്തനത്തിന് ആഗ്രഹമുള്ള ആളുകളുണ്ടായിരുന്നു. പിന്നീട് ലെനിൻ്റെ ഫ്ലക്സ് എല്ലാം അടച്ചു വെച്ചതിന് ശേഷം പിന്നെ ഇന്ന് കാലത്ത് ചാനലിലെ ആളുകൾ വിളിക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ചാനലിൽ നിന്ന് വിളിക്കുന്നു, നിങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ലെനിൻ BJP-യുടെ ഓഫീസിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് എനിക്കൊരു ഞെട്ടലുണ്ടായി. എന്താ സംഭവം എന്നറിയില്ല. അദ്ദേഹം പറഞ്ഞത് സാമ്പത്തികമായി എന്നെ ആര് സഹായിക്കുന്നുവോ ഞാൻ അവരോടൊപ്പം നിൽക്കും എന്നാണ് പറഞ്ഞത്. അതെന്താണെന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമായിരുന്നു. അറിവോടുകൂടിയല്ലേ ഈ ഫ്ലക്സിൽ ബോർഡ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി എനിക്ക് എൻ്റെ മൊബൈലിലെ വാട്സപ്പിലേക്കാണ് അദ്ദേഹം ഫോട്ടോ അയച്ചു തന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി അദ്ദേഹത്തിൻ്റെ ഉത്തമ ബോധ്യത്തോടുകൂടി ബോധ്യപ്പെടുത്തിയിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാം ഫ്ലക്സിൽ ഫോട്ടോ കൊടുത്തത്. നിങ്ങൾ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കും? ഞങ്ങളിനി മരണം വരെ കോൺഗ്രസുമായി നമ്മളെ സ്നേഹിക്കുന്ന ആളുകളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക. മാനസികമായി തകർക്കുന്നവരോടൊപ്പം ഇനി നിൽക്കാൻ തയ്യാറല്ല. അതാണ് അദ്ദേഹം വിജയനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആളുകളും പറയുന്നത്. അതിലെ കൗതുകരമായ കാര്യം എന്ന് പറയുന്നത്, സേതുലക്ഷ്മി, നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ ലെനിൻ നമ്മൾ ഇങ്ങോട്ട് പോരുന്ന സമയത്ത്, തേങ്കുറിശ്ശിയിൽ പോകുന്ന സമയത്ത് ഈ കോൺഗ്രസിൻ്റെ ഇവർക്കുള്ള സ്വീകരണ ബോർഡിൽ ലെനിൻ്റെ ചിത്രവും ഉണ്ടായിരുന്നു. അതാണ് അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ അദ്ദേഹം BJP-യിലേക്കും പോയത്. ശരി പ്രസാദ്, ഈ പറയുന്നത് വലിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. വിഭാഗീയത, തൊഴിൽ തകർക്കുന്ന രീതി, ജനാധിപത്യമില്ല, പാർട്ടി ഇപ്പോൾ ഭരിക്കുന്നത് പണാധിപത്യമാണ്, പ്രാദേശിക നേതൃത്വത്തിന്റെ അവഗണന തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കുഴൽമന്ദം മുൻ ഏരിയ കമ്മിറ്റി അംഗം വിജയൻ ഉൾപ്പെടെ 4 പേർ ഇപ്പോൾ CPM-ൽ നിന്നും രാജിവെച്ചത്. ഇനി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാണ് തീരുമാനം. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.